ഹായ് ഹലോ, ഇന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഇത്തിരി കൂവ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇന്നലെയാണ് കിട്ടിയത്. അതെല്ലാം കൊണ്ട് നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് നന്നായിട്ട് കഴുകിയ കൂവ എടുത്തിട്ട് നമ്മൾ പിന്നെ ഒരു മൺകലം എടുത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ കഴുകി വെച്ച കൂവ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഏത് ചട്ടി വേണമെങ്കിലും എടുക്കാം. ഞങ്ങളിവിടെ മൺകലമാണ് എടുക്കുന്നത്. നിങ്ങളുടെ ഇവിടെ എന്താണ് ഈ കൂവനെ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു കല്ലുപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എത്ര ഉപ്പ് വേണം അത്ര ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളതൊന്ന് അടച്ച് വയ്ക്കുക. അതൊന്ന് വെന്ത് വരട്ടെ. ആ തീൻ്റെയൊക്കെ തീൻ്റെ ചൂടും നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ അതുവരെ നമ്മൾ ഇത്തിരി നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഇടയ്ക്ക് പോയിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വെന്തോ നമുക്ക് അറിയണ്ടേ. അതേരം കൊണ്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് വെന്തോ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കൂവ എടുക്കണം. ഒരു കൂവ നമ്മൾ ഈ ഒരു ന്യൂഡിൽസൊക്കെ കുത്തി തിന്നുന്ന സ്പൂണില്ലേ ഫ്രണ്ട്സ്, അതെടുക്കുക. എന്നിട്ട് നമ്മൾ അത് ഒന്ന് ഇങ്ങനെ മുറിച്ച് നോക്കുക. അത് സോഫ്റ്റ് ആണോ എന്ന് അറിയണ്ട. ഉരുളക്കിഴങ്ങ് പോലെയല്ല, ഇത് ഇത്തിരി നേരം കൊണ്ട് ഇത്തിരി ഹാർഡായിരിക്കും. അപ്പം നമ്മളിതൊന്ന് കുത്തി നോക്കുമ്പോൾ മനസ്സിലാകും. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റെസിപ്പി. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.